ഇഹവും പരവും ജയമേകല്ല ഈ മനമിൽ ഹംദ് തീർക്കനാഥ ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയേ ഇരവും പകലുകൾ പടച്ചവൻ നീയേ ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയേ ഇരവും പകലുകൾ പടച്ചവൻ നീയേ. എൻ്റെ കൂടെ ഉള്ളത് അനുഗ്രഹീത കലാകാരി എന്നതിനേക്കാൾ അപ്പുറം നല്ലൊരു പാട്ടുകാരിയായ നൈഫ നാസറാണുള്ളത്. നൈഫ, ഈ പാട്ടിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തുടങ്ങാം. ചെറിയ പ്രായത്തിലേ പാടാൻ തുടങ്ങിയിരുന്നോ? ഞാൻ 3ാം ക്ലാസ് മുതൽ പാടാൻ തുടങ്ങിയിട്ടുണ്ട്. അന്നാണ് ഇങ്ങനെ ഒരു പാടാനുള്ള കഴിവുണ്ട് എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞത്. പിന്നെ ഞങ്ങളെ നാട്ടിലെ പാഴൂര് നാട്ടിലെ ഒരു ഗ്രൂപ്പ് പിങ്ക് എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പാണ് എന്നെ ഇത്രയും ഈ ഒരു നിലയിൽ എത്തിച്ചത്. വാട്സപ്പ് ഗ്രൂപ്പാണ്. പാടി അയക്കാൻ എന്ത് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഗ്രൂപ്പാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിങ്കിന്റെ പ്രോഗ്രാം ഉണ്ടാവും, അതിലൊക്കെ പാടാനുള്ള അവസരങ്ങൾ തരാറുണ്ട്. അപ്പൊ നാട്ടിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് യഥാർത്ഥത്തില് നൈഫയെ പാട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നെന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഈ ഒരു വളർച്ചക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ വെക്കുമ്പം കുറെ പാടാനുള്ള അവസരങ്ങൾ തന്നിട്ടുണ്ട്. 5ാം ക്ലാസ് തുടങ്ങിയപ്പം കൊറോണ വന്ന് വീട്ടിലായി. അപ്പൊ ആ സമയത്ത് എങ്ങനെ നന്നായി പാടി പഠിച്ചോ? ആ സമയത്ത് ഈ ഗ്രൂപ്പ് തന്നെയായിരുന്നു മെയിൻ. എന്ത് പാട്ടുണ്ടെങ്കിലും അതിലേക്ക് ഷെയർ. അതെ. വീട്ടിൽ നിന്ന് എങ്ങനെയാണ് സപ്പോർട്ട് കിട്ടിയത്? വീട്ടിൽ നിന്ന് വളരെ നല്ല സപ്പോർട്ടാണ്. ഉപ്പയും ഉമ്മയും കുടുംബക്കാരും എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും പാടാനുള്ള കാര്യം. പിന്നെ നൈഫക്ക് ഇതൊരു ബാധ്യതയായി തോന്നിയോ? അവരുടെ ഇടങ്ങേറാക്കലുണ്ടായോ? അങ്ങനെയല്ല, പക്ഷെ ഈ കലോത്സവങ്ങളൊക്കെ വരുമ്പം ഇങ്ങനെ എപ്പോഴും പറയും പാടി പഠിക്കുക. പുസ്തകം പോലും അങ്ങനെ പഠിക്കണം പറയില്ല, അതിനെക്കാട്ടിലും കൂടുതൽ പറയാ പാട്ട് പഠിക്ക്. പിന്നീട് പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള ഈ പരിശീലനം മാത്രമല്ല, അല്ല ഗൗരവമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാടുന്നറിഞ്ഞപ്പം ഉപ്പ മുക്കത്ത് ലേനത്തില് സലീം മാഷ് എടുത്ത് കൊണ്ടുപോയാക്കി. ഇപ്പൊ അവിടുന്ന് പാട്ട് പഠിക്കുന്നുണ്ട്. ഈ പാട്ടിന്റെ വളർച്ചയിൽ എനിക്ക് നന്നായി പാടണം എന്നുള്ള നിലക്ക് സ്വയം എടുക്കുന്ന പരിശീലനങ്ങൾ എന്തൊക്കെയാണ്? എന്റെ സൗണ്ടിനായി പറ്റിയ പാട്ടുകൾ സെലക്ട് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അത് സ്വയം തന്നെ സെലക്ട് ചെയ്യോ അല്ലെങ്കിൽ വേറെ ആരും സെലക്ട് ചെയ്ത് തരുമോ? കൂടുതലും ഉമ്മയാണ് സെലക്ട് ചെയ്യാറ്. പിന്നെ ടീച്ചേഴ്സ് ഓരോന്നിങ്ങനെ തരും, ഈ പാട്ടിന് പഠിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ തരും. സ്കൂളിലെ പരിപാടികളും മത്സരങ്ങളിലൊക്കെ ആയിരിക്കും പങ്കെടുത്തിട്ടുണ്ടാവും കൂടുതലും. അതെങ്ങനെയാണ് തുടക്കം കുറിച്ചത്? ആർക്കാണത് ഫസ്റ്റ് കണ്ടെത്താൻ സാധിച്ചത് മത്സരത്തിലൊക്കെ പങ്കെടുപ്പിക്കാൻ പറ്റുന്നുള്ളത്? ഉപ്പയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഞങ്ങൾ ഒത്തുകൂടുമ്പോൾ ഞാനിങ്ങനെ ഓരോ കൂടെ പാടുന്നത് കേട്ടിട്ട് ഉപ്പ, ഞാനിവിടെ നാട്ടിലുള്ള ഒരു CBSE സ്കൂളാണ് 4 വരെ പഠിച്ചത്, അവിടുത്തെ മജീദ് സാറോട് ഇങ്ങനെ പറഞ്ഞു ചെറിയൊരു ഇങ്ങനെ ഒരു കഴിവുണ്ട്. അപ്പം അങ്ങനെ ആദ്യമായിട്ട് എന്നെ സ്റ്റേജിലേക്ക് കയറ്റുന്നത് മജീദ് സാറാണ്. 4ാം ക്ലാസ് വരെ പഠിച്ചത് പ്രതീക്ഷ ഇംഗ്ലീഷ് സ്കൂളാണ്. 5ഉം 6ഉം ഞാൻ പോയില്ലേ, SKUP പോയി. അവിടുന്ന് 5ഉം 6ഉം കൊറോണയിലായതുകൊണ്ട് മത്സരങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു ഷബാന മിസ്, 6ാം ക്ലാസ്സിലെ. ഉമ്മ ഇങ്ങനെ ഓരോ പാട്ട് ഇങ്ങനെ സ്റ്റാറ്റസ് വെക്കും, അത് കണ്ടിട്ട് മിസ് ഇങ്ങനെ ചോദിച്ചു പാടാറുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ മിസ്സാണ് ഈ ഒരു കഴിവ് പിന്നെ ആ സ്കൂളിൽ നിന്ന് കണ്ടുപിടിച്ചത്. 7th സ്കൂളിലെ കലോത്സവം വന്നപ്പോൾ മിസ് എനിക്കൊരു മാപ്പിളപ്പാട്ട് തന്നു. ഇത് നീ പാടണം, വേറെ ആർക്കും പാടിക്കൊടുക്കരുത്, ചോദിച്ചാൽ സ്റ്റേജ് വന്ന് അന്ന് മാത്രം പാടിയാൽ മതി എന്ന് പറഞ്ഞ് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് അവിടെ പാടി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ആദ്യമായിട്ട് കേൾക്കുന്നതിനോട് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ആരാണ് എന്താണെന്നൊക്കെ അറിയാനായിട്ട്. ഫസ്റ്റ് കിട്ടിയോ? അന്ന് മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ് കിട്ടി. സ്കൂൾ മൊത്തം അറിഞ്ഞു പാടുന്നുള്ളത്. അങ്ങനെയാണ് പിന്നെ സബ് ജില്ലയിലേക്കൊക്കെ. ഒരു വർഷം മാത്രമേ ഷബാന ടീച്ചർ കൂടെ ഉണ്ടായുള്ളൂ. അതെ. പിന്നെ 8ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ സ്കൂൾ മാറി. അതെ. ഷബാന ടീച്ചറായിട്ട് ഇപ്പോഴും ബന്ധപ്പെടാറുണ്ടോ? ഉണ്ട്. മത്സരത്തിലൊക്കെ സമ്മാനം കിട്ടുമ്പോൾ എന്താ ടീച്ചർ പറയാറുള്ളത്? മിസ്സിന് ഭയങ്കര, എന്നെക്കാട്ടിലും സന്തോഷം മിസ്സിനാണ്. ഞാനിങ്ങനെ ഓരോന്നിന് ഫസ്റ്റ് കിട്ടി പറയുമ്പോൾ മിസ്സിന് ഭയങ്കര സന്തോഷമാണ്. ജിന്ദഗി ഏക് പ്യാസ് ബൻകർ रह गए प्यार के किस्से अधूरे रह गए प्यार के किस्से अधूरे रह गए हम वफा करके भी तन्हा रह गए दिल के अरमान आंसुओं में बह गए. നന്നായി ഗസല് പാടുന്നുണ്ട്, സിനിമ പാട്ട് പാടുന്നുണ്ട്. ആ ഒരു മേഖലയിലേക്ക് എങ്ങനെ തിരിഞ്ഞത്? മാപ്പിളപ്പാട്ട് തന്നെ എപ്പോഴും
പാടിയാൽ എല്ലാവർക്കും ബോറടിക്കില്ല. അപ്പൊ ഞാൻ ഈ കല്യാണ പരിപാടികളിലൊക്കെ പോകുമ്പം ഒന്ന് ആൾക്കാരൊന്ന് ശ്രദ്ധ അവിടെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് വ്യത്യസ്ത പാട്ടുകൾ. അപ്പൊ ഏത് പാട്ട് പാടുമ്പോഴാണ് കൂടുതൽ കംഫർട്ടായി തോന്നാറുള്ളത്? സിനിമാ പാട്ടാണ് ഒന്നുകൂടിയും ഇഷ്ടം, പാടാൻ ഒന്നുകൂടി ഇഷ്ടം. ഫ്രണ്ട്സ് ഒക്കെ എങ്ങനത്തെ പാട്ട് പാടാൻ വേണ്ടിയാണ് പറയാറുള്ളത്? ഫ്രണ്ട്സിനൊക്കെ ഈ മെലോഡി ടൈപ്പ് ഓഫ് പാട്ടുകളാണ് എല്ലാവർക്കും ഇഷ്ടം. ഈ അടിച്ചുപൊളി പാട്ട് ഇഷ്ടം? അത് ഈ കരോക്കെ ഇല്ലാണ്ട് പാടുമ്പോൾ അത് അത്ര വലിയ രസം ഉണ്ടാവില്ലല്ലോ. ഇത് മെലഡി എന്നാൽ ഒരു ഓളത്തിൽ അങ്ങനെ പോവുമല്ലോ, അതാണ് എല്ലാവർക്കും. വീട്ടിൽ നിന്ന് ആരാണ് എനിക്ക് പാട്ട് പാടി തരുമെന്ന് ചോദിക്കുക? അതിങ്ങനെ പറയും, അത് പാടിക്കൊണ്ട് പാട്ട് പഠിക്കാൻ തന്നാൽ അങ്ങനെ. ആരാണ് കൂടുതൽ പറയും, ഉമ്മയാണോ ഉപ്പയാണോ? അത് ഉമ്മയാണ്. ഉമ്മ പാടുവോ? ഉമ്മ ചെറുപ്പത്തിലൊക്കെ നല്ല പാടുന്ന ആളാണ്. ഉമ്മ വാതിർഹമയില പഠിച്ചത്, അവിടുത്തെ ഒപ്പനപ്പാട്ടുകാരിയാണ്. നൈഫ ഈ ഒരു പാട്ടിലേക്ക് കടന്ന് വന്നപ്പോഴേ ഇപ്പൊ 3ാം ക്ലാസ്സിൽ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, എന്താണ് പുതുതായി കിട്ടിയ ഒരു ഊർജ്ജം എന്താണ് ഈ പാട്ടിലൂടെ? ഞാൻ ഈ പാട്ട് പാടുന്നതും കൊണ്ട് എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. എല്ലാ ആൾക്കാർക്കും ഓരോ കല ഉണ്ടാവും, ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. അത് ഇങ്ങനെ വളർത്തുക, എല്ലാരും ഒന്ന് അറിയിക്കണം ഈ കല നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പം അത് എല്ലാരും അംഗീകരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. പഠനത്തെ ബാധിക്കുന്നുണ്ടോ ഈ പാട്ട്? ഇല്ല, ഈ സബ്ജക്റ്റിൽ വരുമ്പോൾ കുറച്ച് ക്ലാസ്സുകൾ മിസ്സാവുന്നുണ്ട് അല്ലാണ്ട് വലുതായിട്ടൊന്നും ബാധിക്കുന്നില്ല. നൈഫിനെ പോലെയുള്ള പാട്ട് പാടുന്ന കുട്ടികളുടെ എല്ലാവരുടെ ആഗ്രഹമാണ് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുക എന്നുള്ളത്. നൈഫ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഓഡീഷന് പോകാൻ വിചാരിച്ച സമയത്തൊന്നും എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇതായ തിരക്കുകൾ ഇപ്പൊക്കെ ഉണ്ട്, അപ്പം കൊണ്ടുപോകാനും അങ്ങനെ ആ ഒരു ടൈമില്ലാത്തതിനോട് പോയില്ല. ഒരു പാട്ടുകാരി എന്നുള്ള നിലയ്ക്ക് എല്ലാവരോടും ചോദിക്കുന്നതാണ്, നൈഫക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ ആരാണ്, അല്ലെ പാട്ടുകാരി ആരാണ്? എല്ലാരും ഇഷ്ടമാണ്, പക്ഷെ ഒന്നുകൂടി ഇഷ്ടം കൂടുതൽ ചിത്ര ചേച്ചിനോടാണ്. ചിത്ര ചേച്ചിയുടെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. എന്നിലെ പുഞ്ചിരി നീയും നിന്നിൽ പൂത്തൊരു ഞാനും നമ്മുടെ കുഞ്ഞിളം കൂടും കൂടെ വന്ന കിനാവും പുഞ്ചിരി ചന്തമിഴും ഈറൻറാവുകളും മുന്തിരി ചുണ്ടുകളും വീഞ്ഞാമുമ്മകളും മറന്നെല്ലാം വന്നു നാം ഉള്ളാൽ രണ്ടിണയാ എൻ ലോകം പിന്നെ നിന്നാൽ നൂറഴകാ. നൈഫ എന്ന കൊച്ചു ഗായിക ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്ത് ഇപ്പൊ ചില ഇനങ്ങളിലെങ്കിലും പ്രൈസ് കിട്ടാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എ ഗ്രേഡ് കിട്ടാതിരിക്കുമ്പോഴോ എന്ത് ഫീലിംഗ് ഉണ്ടാവുക? മത്സരത്തിൽ ജയം തോൽവിയും സ്വാഭാവികമാണ്. എനിക്ക് അതല്ല മെയിൻ, എനിക്കൊരു പാട്ടുകാരിയാവണം, എൻ്റെ പാട്ട് എല്ലാവരും അറിയണം. പാട്ട് പാടുന്ന കുട്ടി എന്നുള്ള നിലക്ക് കലോത്സവത്തിൽ പങ്കെടുക്കുക. അത് ചിലത് പ്രൈസ് കിട്ടും, ചിലത് പ്രൈസ് കിട്ടില്ല. വീട്ടിലും നാട്ടിലും നല്ല സപ്പോർട്ട് ഉള്ളതിനെ കൊണ്ട് ഞാൻ പാട്ടിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയൊരു അനുഭവം ഉണ്ടാവില്ല? ആദ്യമൊക്കെ പാടുമ്പോൾ എനിക്ക് നല്ല സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. ഓഡിയൻസിനെ ഫേസ് ചെയ്യാനുള്ള നല്ല മടി ഉണ്ടായിരുന്നു. നാട്ടിലെ എന്ത് പരിപാടി ഉണ്ടാവുകയാണേലും എന്നെ വിളിച്ച് അങ്ങനെ പാടി 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 എൻ്റെ സ്റ്റേജ് ഫിയർ എല്ലാം. വ്യത്യസ്ത തരത്തിലുള്ള പാട്ടുകൾ പാടാൻ കഴിയുന്നുണ്ടല്ലോ, അങ്ങനെ പാടാൻ പറ്റിയത് എങ്ങനെയാണ്? ഉപ്പാടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഒരു എല്ലാ വീക്കിലും വീട്ടിൽ വരും. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് പാടും. അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് എന്നോട് ഇങ്ങനെ പറയും, ഇത് അടുത്ത ആഴ്ച വരുമ്പോൾ പഠിക്കാണ്ട്. അപ്പൊ എനിക്ക് കഴിയുന്ന പാട്ട് ഞാൻ പഠിക്കും. തമിഴും പാടില്ല? തമിഴും പാടും. ഒരു തമിഴ് പാട്ട് പാടി നോക്കിയാലോ? புது வெள்ளை மழை இங்கு பொழுகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது, இங்கு சொல்லாத இடம் கூட குலைகின்றது, மனம் சூடான இடம் தேடி அலைகின்றது, புது வெள்ளை மழை இங்கு பொழுகின்றது, இந்த கொள்ளை நிலா உடൽ നനകിன்றது. ഇതാണ് എൻ്റെ ഉപ്പ ടി കെ നാസർ. ഞാൻ ഈ പാട്ടിൽ ഈ നിലയിലെത്താൻ കാരണം പ്രധാനപ്പെട്ടൊരു കാരണം എൻ്റെ ഉപ്പയാണ്. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ, കൽപ്പിച്ചു റബ്ബേനിക്കേകിയ മലർമുത്തേ, കൽബിന്റെ കണ്ണേ ഉറങ്ങുറങ്ങ്, കൽപ്പിച്ചു റബ്ബേനിക്കേകിയ മലർമുത്തേ, കൽബിന്റെ കണ്ണേ ഉറങ്ങുറങ്ങ്, കാണാൻ പറ്റാത്ത കരകത്തിൻ മണിമുത്തേ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. പാട്ടിന്റെ വളർച്ചയില്
ബാപ്പ എന്നുള്ളവർക്ക് എന്താ പറയാനുള്ളത്? മോളിലുള്ള ഈ കലാവാസന ഞാൻ തൊട്ടറിയുന്നത് വീട്ടിൽ വല്ലപ്പോഴുമൊക്കെ സുഹൃത്തുക്കൾ വന്ന് പാട്ട് പാടും. ഈ പാടുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ചെറിയ കുട്ടിയായിരുന്നപ്പം മോള് നമ്മളെ കൂടെ പാടും. ഈ കൂടെ പാടുന്ന സമയത്താണ് അവൾക്ക് ഇങ്ങനെ ഒരു കലാവാസന ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത്. അങ്ങനെ സ്കൂളിൽ UP സ്കൂളിൽ അന്ന് മജീദ് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു മാഷുണ്ട്. അപ്പോൾ മജീദ് മാഷ് അവളെ പാട്ട് പാടിച്ചു നോക്കി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തുടക്കത്തിൽ UP സ്കൂളിൽ നിന്നാണ് പദ്യങ്ങളും മാപ്പിളപ്പാട്ടും ഒപ്പനപ്പാട്ടുമൊക്കെയായി അവളിങ്ങനെ വളർന്നു വന്നത്. നീ നടന്ന് പോകുമാ നീണ്ടു നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെയാരിനീ എതിര നിന്നതേതുമേ താനെ അങ്ങ് നീക്കുവാൻ ചാലു തീർത്തുമെത്തുമേ നീരൊഴുക്കുകൾ തൊട്ട് തലോടിക്കൊണ്ട് കാറ്റിലെ നൊമ്പരം മാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും മൂടുന്നിരുട്ടകറ്റാൻ നീ എന്നും മുന്നിൽ തെളിഞ്ഞുണരും നീ എന്ന വിത്തെടുത്ത് മണ്ണൊരു കാടാക്കി മാറ്റിത്തരും കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കുഞ്ചി കളിയാടി വളര് വളര്.